പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളായില്ലെങ്കിൽ കരയേണ്ടി വരും. സഹോദരിമാരെ ചിന്തിക്കുന്നതും മരിച്ചാ തീരൂലേ ഉസ്താദേ? തീരൂല, മരിച്ചാലും തീരൂല. ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? ഈ ഭൂമിയിലെ ഓരോ അനക്കമടക്കങ്ങള്, ചലന നിശ്ചലനങ്ങള്, ഗതിവിഗതികള് ഒരു മലക്ക് ഖബറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുമെന്നല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. കിതാബ് റൂഹിലുണ്ട്, കിതാബ് റൂഹിലുണ്ട്. വിവരം കെട്ടവർ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കണ്ട. കിതാബ് റൂഹുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇവിടെ വിവരമുള്ളവരുണ്ട്. ഒരാൾ മരിച്ചുപോയാൽ ആ മരിച്ച മയ്യത്തെടുത്ത് ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട മകനോ മകളോ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാ. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറയുന്നു, അവരുടെ ഉദ്ദേശം പോലെ മക്കളും നന്നാകിട്ട് ഇവിടെ ജീവിച്ചാൽ, ഇവിടെ ജീവിക്കുന്നത് വാപ്പാന്റെ സ്വപ്നം പോലെ, വാപ്പ പഠിപ്പിച്ചതുപോലെ, വാപ്പയുടെ ലക്ഷ്യം പോലെ, വാപ്പയുടെ സ്വപ്നം പോലെ, വാപ്പയുടെ ആഗ്രഹം പോലെ മകനോ മകളോ ഭൂമിയിൽ ജീവിക്കുന്നത് കാണുമ്പോ ഖബറിൽ കിടന്ന് വാപ്പയും ഉമ്മയും സന്തോഷിക്കുകയാണ്. ഇനി അതല്ല, വാപ്പയുടെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടൊരു പെണ്ണിന്റെ ജീവിതമാണ് ഭൂമിയിലെങ്കിൽ ഖബറിൽ കിടന്നുകൊണ്ട് അവർ ദുആ ചെയ്യും. എങ്ങനെയാണെന്നറിയോ? അല്ലാഹുമ്മ ലാ തുമിത്തുഹും ഹത്താ തഹ്ദീഹിം കമാ ഹദൈതനാ. പടച്ചവനെ, ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതുപോലെ എന്റെ സന്താനങ്ങളെ കൂടി നേർമാർഗത്തിലാക്കാതെ അവരെ മരിപ്പിക്കല്ലേ അല്ലാ. 6 അടി മണ്ണിനടിയിൽ, പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചുവട്ടില്, മീസാങ്കല്ലിന്റെ അടിയില്, 6 അടി മണ്ണിനടിയില്, പലകയുടെ അടിയിലെ നിശബ്ദമായ കുറ്റുരുട്ടിൽ കിടന്ന് നിന്റെ വാപ്പ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. റബ്ബേ, എന്റെ മകനെ നന്നാക്കണേ അല്ലാ. മരിച്ചാൽ നമ്മൾ ഇതെല്ലാം മറക്കുമെന്ന് ചിന്തിക്കല്ല പെങ്ങളെ. ഖബറിൽ കിടന്നിട്ട് നമ്മൾ കാണേണ്ടി വരും മക്കള് പുറത്ത് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ. തീരുന്നില്ല. നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ വെച്ച് ഈ മക്കൾ അല്ലാഹുവിനോട് പറയും, റബ്ബനാ വആതിഹിം ളൈഫൈനി മിനൽ അദാബ്. പടച്ചവനെ, ഞങ്ങൾക്ക് തരുന്നതിനേക്കാൾ ഡബിൾ ശിക്ഷ നീ വാപ്പാക്ക് കൊടുക്കണം.